ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ചൂട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ മഴതോരും മുമ്പ് പരമ്പരയുടെ അടിപൊളി ഒരു ട്വിസ്റ്റ് വിശേഷം നമുക്ക് നാളത്തെ കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അലീനയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വൈജയന്തി, നമ്മുടെ സുനിത പുതിയ സർവന്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പം സുനിതയെ കൊണ്ട് വെജിറ്റബിൾ ഒക്കെ ആയിട്ട് അങ്ങനെ മെഴുക്ക് പുരട്ടിയും അങ്ങനെ കുറച്ച് വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കിയാണ്. അപ്പൊ എന്തായാലും സുനിത ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് വേണ്ട എന്നുള്ളത് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞൊക്കെയാണ്. എങ്കിലും വൈജയന്തി എല്ലാം തയ്യാറാക്കണം. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടെ വന്നിട്ട് കിച്ചന്റെ അവിടെ അങ്ങനെ നോക്കിയാണ്. എന്താ ചെയ്യാ, നമ്മുടെ സാമ്രാജ്യം കൈക്കലാക്കും പോലെയാണ് അമ്മയുടെ ഒരു പെരുമാറ്റം. കാണിക്കുന്ന കാട്ടായം കണ്ടില്ലേ, മീനും ഇല്ല, ഒന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറെ പച്ചക്കറി. ഇനി എന്താ ചെയ്യണേ. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇടിച്ചു കയറി എന്തെങ്കിലും ഉണ്ടാക്കി നോക്കിയാലോ. വേണ്ട, ഇനി എനിക്ക് പറ്റൂല അമ്മയുടെ ഒപ്പം കിടന്ന് മത്സരിച്ച് കിടന്ന് ഈ ആടിപ്പൊടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് പതുക്കെ ഭവിതയുടെ അടുത്ത് പറയണു, എന്നാ ഒരു കാര്യം ചെയ്താലോ ഭവിതേച്ചി, നമുക്കിന്ന് അച്ഛനെ സോപ്പിട്ടിട്ടെ പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ. അപ്പൊ ബബിത പറഞ്ഞു, അത് അടിപൊളിയാ, നമുക്കൊന്ന് അച്ഛൻ്റെ അടുത്ത് പോയി നോക്കാം. അങ്ങനെ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് പതുക്കെ നമ്മുടെ ബാലചന്ദ്രന്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പൊ രണ്ടെണ്ണം പറ്റി അവിടെ നിൽക്കണം കേട്ടോ. അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു, എന്താണാവോ രണ്ടുപേരും അവിടെ ചുറ്റിപ്പറ്റി നിപ്പുണ്ടല്ലോ. ഒന്നുമില്ല. അച്ഛൻ ഫ്രീ ആണോ അച്ഛാ? ഫ്രീ ഒന്നും അല്ല, എന്നാലും പറഞ്ഞോ. അതെ, നമുക്ക് ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്കത് വെളിയിലാക്കിയാലോ അച്ഛാ. അതെന്ത് പറ്റി, ഇവിടെ ഉണ്ടാക്കല്ലേ? നമ്മുടെ സാമ്രാജ്യം അമ്മ അങ്ങോട്ട് മൊത്തത്തിൽ കൈക്കലാക്കി ഇരിക്കും പോലെയാണ് അച്ഛാ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് പറ്റൂല. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, വാ അച്ഛാ, നമുക്ക് പുറത്തു പോയി കഴിക്കാം. എന്നിട്ട് ബബിത പറയണു, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, അച്ഛൻ അമ്മയോട് ചെന്ന് പറയണം, ഞങ്ങൾ ഉണ്ടാക്കിയ മതി ഫുഡ് എന്നുള്ളത് അച്ഛൻ ചെന്ന് പറയണം. അയ്യോ എനിക്ക് പറ്റൂല, ഇനി അടുത്ത അടി ഉണ്ടാകുക എനിക്ക് പറ്റൂലടി മോളെ, വയ്യാത്തോണ്ടാ എന്ന് പറഞ്ഞു. എന്നാ വാ നമുക്ക് പോവാം. ആണോ? അപ്പൊ രോഹിയേട്ടൻ പുറത്തു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അച്ഛാ, രോഹിയേട്ടനെ നമുക്ക് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ആകാംക്ഷാഭരിതരായി നിൽക്കുകയാണ്, അച്ഛൻ എന്താ മറുപടി പറയാൻ പോണേന്നൊക്കെ ഉള്ളത്. അപ്പോഴാണ് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ബാ നമുക്ക് പോയിട്ട് വരാം, നിങ്ങൾ റെഡി ആയിക്കോന്ന് പറയണ്. അപ്പൊ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. എന്നാ വാ, ഓടി വാ. അവിടെ അടുക്കളയിലാണെങ്കിൽ തകൃതിയായിട്ട് നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ അലീന ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി ചായൻ ചെന്നിട്ട് നോക്കുകയാണ്. അപ്പൊ അലീന ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. നെടുമ്പുരയ്ക്കൽ വീടും അച്ഛനെയും രോഹിത്തിനെയൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്റെ ചിന്നമ്മ ഇവിടെ എന്നെ എടുക്കാ? അപ്പോഴലീന പെട്ടെന്ന് നോക്കണം. അപ്പൊ കാണാൻ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ, നമ്മുടെ അപ്പച്ചൻ. അതെ, ഇവിടെ ഇരുന്നിരുന്നിരുന്ന് എനിക്ക് ബോറടിക്കുക അപ്പച്ച. അപ്പൊ പറഞ്ഞു, എന്നാ വാടി, നമുക്ക് കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് നടക്കാടി ചിന്നമ്മ കുട്ടി, എന്നാ വാ. അങ്ങനെ വല്യപ്പച്ചനെയും കൂട്ടി നമ്മുടെ അലീന പുറത്തോട്ടൊക്കെ ഇറങ്ങിയാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ സ്റ്റാൻലിയുടെ നല്ല മുഴുമുഴുപ്പൻ ഡോഗുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് പോയി കണ്ട് തലോടി ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പച്ചനും മോളും കൂടെ നടക്കുകയാണ്. അപ്പൊ വല്യപ്പച്ചൻ പറഞ്ഞു, നിന്റെ ചിന്നമ്മ ഇതേപോലെ തന്നെ ഞാനും അവളും കൂടെ കുറേ നേരമൊക്കെ ഇങ്ങനെ നടക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അതേ വല്യപ്പച്ച, ഈ പപ്പ പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ? അല്ല, ഈ ഒരു ദേഷ്യവും സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണോ? എന്റെ ഒരു ഓർമ്മ വെച്ച് ഇങ്ങനെ തന്നെ. അല്ല, വല്യപ്പച്ചൻ അതൊന്ന് മാറ്റാൻ നോക്കാൻ പാടില്ലായിരുന്നോ? സ്റ്റാൻഡിയോടോ, ഇവിടത്തെ വേലക്കാരി ഉൾപ്പെടെ എല്ലാവരും വിറപ്പിക്കും, അങ്ങനത്തെ സ്വഭാവം അവന്റെ. അപ്പം വല്യപ്പച്ചനോടോ അലീന ചോദിച്ചു. അതെ, വല്യപ്പച്ചനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞ ഒരു കാര്യം എന്നാന്ന് വെച്ചാല്, ഞാൻ വല്ലതൊക്കെ പറയും, പക്ഷെ ചില സമയം എന്നെ അങ്ങോട്ട് വിറപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് കേട്ടപ്പോ അലീന പറഞ്ഞു, എന്നാലേ ഈ ഞാനൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യോ എന്റെ ചിന്നമ്മ, നീ അതിലേക്ക് പോവാൻ നിൽക്കണ്ട കേട്ടോ. എന്റെ പൊന്നുമുള, നിന്റെ അടുത്ത് അടുത്ത ദേഷ്യം കാണിക്കും. അതൊന്നും ഈ അലീനയ്ക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല. വല്യപ്പച്ചനും കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മെരുക്കിയെടുക്കാം. അപ്പൊ വല്യപ്പച്ചൻ ഇങ്ങനെ നോക്കണം അലീന. ഇവള് തനി എന്റെ ചിന്നമ്മ തന്നെ എന്നിങ്ങനെ പറയാട്ടോ. അപ്പൊ അലീനയും ചിരിച്ചു, തന്നെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ അവതക്കുട്ടി ചായൻ പറഞ്ഞു,
എനിക്ക് വലിയ പ്രതീക്ഷയോ ഉറപ്പൊന്നുമില്ല. പിന്നെ നീ ഒപ്പം നിക്കണമെങ്കിൽ സൈഡിൽ ഞാൻ നിക്കാം എന്ന രീതിയിൽ. അപ്പൊ അലീന പറഞ്ഞു, അതെ വല്യപ്പച്ച ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഈ സ്വഭാവമൊക്കെ എന്റെ പപ്പയുടെ ഞാൻ മെരുക്കിയെടുത്ത് കാണിച്ചു തരാന്ന് പറയണ. എന്നാ പിന്നെ ആയിക്കോട്ടെ, എന്നാ കൊടുകൈ. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് സ്റ്റാൻലിയെ മെരുക്കാനായിട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്യണം. അപ്പൊ ഈ സമയം അടുക്കളയിലൊക്കെ പൗലൂസ് നല്ല തകൃതിയായിട്ട് പണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഉച്ചഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അലീന വല്യപ്പച്ചനോട് പറഞ്ഞു, വല്യപ്പച്ച ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഈ സ്പൂണും ഈ ഫോർക്കൊന്നും വെച്ച് എനിക്ക് കഴിക്കാനല്ല, എനിക്ക് കൈ കൊണ്ട് വാരി കഴിക്കാനേ അറിയൂ. എടി പൊന്നു മോളെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. യവന്റെ അടുത്ത് വല്ലപ്പോഴും വന്ന് വന്ന് യവന്റെ രീതി യവന്റെ ചിട്ടകളും കണ്ട് ഞാനും ഇപ്പൊ അത് കഴിച്ചങ്ങ് ശീലിച്ചു. കുറച്ചു ദിവസം കഴിയുമ്പോ അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്തായാലും നോക്കട്ടെ, ആ രീതിയൊക്കെ ഞാനൊന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കണുണ്ട് എന്നിങ്ങനെ പറയാനേട്ടോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അപ്പച്ചൻ കണ്ടോ ഇനി ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാ വരാൻ പോണെന്ന്. എന്റെ പപ്പ നല്ലൊരു മനുഷ്യനാക്കി ഞാനങ്ങ് കൈ തരുമെന്ന് പറഞ്ഞു. ഓക്കേടി ചിന്നമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന അലീന പിന്നെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനുശങ്കർ വിളിക്കാണ് കേട്ടോ. അപ്പൊ മനു വിളിച്ചിട്ട്, ഹലോ എന്താണ്, നമ്മളെയൊക്കെ മറന്നോ? എന്തിനാ മനുവേട്ടാ എന്നെ എപ്പോഴും വിളിക്കുമ്പോ ഇങ്ങനെ പറയണേ? എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ നിങ്ങളെയൊക്കെ? അല്ല, ഒരു വിളിയൊന്നും ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ചില്ലേ ഉള്ളൂ. ഞാൻ എന്നും ഓർക്കാറുണ്ട്, എപ്പോഴും ഓർക്കാറുണ്ട്. വെറുതെ. നീ എന്നെ എപ്പോഴും ഓർക്കാറുണ്ടോ? അപ്പൊ അലീന പിന്നെ ഓർക്കാണ്ട് ആണോ? അതെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല പട്ടാള ചിട്ടയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു സമാധാനം, എന്റെ വല്യപ്പച്ചൻ വന്നിട്ടുണ്ട്. അത് ഫ്ലാറ്റ് ആണ്. കാരണം വല്യപ്പച്ചന്റെ കെട്ടിയുള്ളൂ, അതായത് എന്റെ വല്യമ്മച്ചി ചിന്നമ്മ തനി ഞാൻ തന്നെയാ. അപ്പൊ ആ കാര്യത്തിൽ എന്നെ കണ്ട മാത്രമേ തന്നെ, എന്നെ ഓടിക്കാനായിട്ട് എത്തിയ ആളല്ലേ, കണ്ട മാത്രമേ തന്നെ ഫ്ലാറ്റായി. പിന്നെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആകെ ഒരു കൂട്ടെന്ന് പറയണ എന്റെ വല്യപ്പച്ചനും ഞാനുമാണ്. അങ്ങനെ വല്യപ്പച്ചനായിട്ടൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് കുറെ ഒക്കെ പോവാറും പുറത്തൊക്കെ പോവാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീന പറയണ എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അതെ വീട്ടിലെന്താ വിശേഷം, കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണോ മനുവേട്ടാ? കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്റെ അമ്മ പറയാനുണ്ടല്ലോ, താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അത്രേ ഉള്ളൂ. അത് ഇപ്പോഴും തകൃതിയായിട്ട് ഇപ്പൊ ഒരു പുതിയ സർവന്റ് അവിടെ വന്നിട്ടുണ്ട്, ഒരു സുനിതയെന്ന് അങ്ങോട്ട് പേരെന്നാ കൃഷ്ണമോള് പറഞ്ഞ്. അവരെ കൊണ്ടിട്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്കിള് ആ ഫുഡ് കഴിക്കില്ല, മക്കൾ ഉണ്ടാക്കി തന്ന ഫുഡേ കഴിക്കൂളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പ്രശ്നം ഏത് രീതിയിലാണെന്നുള്ള എനിക്കറിയില്ല. അപ്പൊ മിക്കവാറും അവർക്കുള്ള ഫുഡ് മിക്കവാറും ബബിതയും കൃഷ്ണയും ഉണ്ടാക്കുമായിരിക്കും. അലീനയുടെ പോളിസികൾ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കുക, അത് മാത്രമേ ഉള്ളൂ ആന്റിയുടെ ഉദ്ദേശം. ആന്റിയെ പറഞ്ഞിട്ടും കാര്യമില്ല, അങ്കിളിനെ പറഞ്ഞിട്ടും കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ അലീന. അങ്ങനെയൊക്കെ ഇരിക്കണു പറഞ്ഞു. എന്നിട്ട് മനു പറഞ്ഞു, അതെ നിനക്ക് ഇങ്ങോട്ടൊന്നും വരാൻ തോന്നുന്നില്ലേടി അലീന? അപ്പൊ പറഞ്ഞു, എത്രയോ പ്രാവശ്യം നിങ്ങളെയൊക്കെ വന്ന് കാണണം എന്നൊക്കെ എത്ര പ്രാവശ്യം കൊതിച്ചു എന്നറിയോ. എന്നാ പിന്നെ വരാത്തന്നെ? അയ്യോ പപ്പ അങ്ങനെയൊന്നും വിടില്ല. ഇനിയിപ്പൊ നോക്കട്ടെ, ഒരു ദിവസം വരാം, എല്ലാരും ഒന്ന് കാണണോന്ന് പറഞ്ഞിട്ട് വരാന്നുള്ള രീതി ഇരിക്കുക. അതെ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാനായിട്ട് ഇരിപ്പുണ്ട്. അയ്യോ ഇപ്പൊ വേണ്ട കേട്ടോ, ഇവിടെ ഒന്നും വരണ്ട കേട്ടോ മനുവേട്ടാന്നൊക്കെ പറഞ്ഞ് അലീന ഇതാക്കണം. കാരണം എങ്ങനെയാണ് പപ്പയൊക്കെ ഒന്ന് മെരുങ്ങിയെടുത്തൊക്കെ വരണം, എന്നിട്ട് മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാട്ടോ. അങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കൃഷ്ണമോളും അതുപോലെ ബബിതയൊക്കെ റെഡി ആയിട്ട് വന്ന് നിൽക്കുക കേട്ടോ. അപ്പൊ റെഡി ആയിട്ട് പുറത്തു പോകാനായിട്ട് നിൽക്കണം. അപ്പൊ നമ്മുടെ വൈജയന്തി ചോദിക്കുന്നു, അല്ല നിങ്ങൾ എങ്ങോട്ട് പോവാ? അതെ ബബിത അപ്പൊ തന്നെ ചാടിക്കയറി പറഞ്ഞു, ഞങ്ങളെ ഒന്ന് പുറത്തോട്ട് പോവാന്ന് വെച്ചു. പുറത്തോട്ടോ? എന്തേ പർച്ചേസിങ് വല്ലതും ആണോ? അല്ല, ഞങ്ങള് ഫുഡ് ഇന്ന് വെളിയിൽ നിന്നാ കഴിക്കണേന്ന് പറഞ്ഞു. ഫുഡോ? അപ്പൊ പിന്നെ ഇവിടെ എന്തിനാ ഫുഡ് ഉണ്ടാക്കിയത്? ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ പുറത്തു പോണത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ കൃഷ്ണമോളും ബബിതയും പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നി, ഞങ്ങൾ അച്ഛനോടൊപ്പം പോവാന്ന് പറഞ്ഞു. അതെ ഇവിടെ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ സുനിതയെ കൊണ്ട് എല്ലാം വേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് വെളിയിലൊന്നും പോണ്ട. അപ്പോഴേക്കും ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരെയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ എന്താ പ്രശ്നം? അമ്മ പറയണത് ഫുഡ് കഴിക്കാനൊന്നും നിങ്ങൾ പോണ്ട, ഇവിടത്തെ ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അമ്മയല്ലല്ലോ തീരുമാനിക്കണ, നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, അച്ഛൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു. അച്ഛൻ നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യം വരെയാണ്. വൈജയന്തി പറഞ്ഞു, അതെ ഇന്ന് ഇവിടെ ലഞ്ചിനുള്ള എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ വെളിയിൽ പോയി ഫുഡ് കഴിക്കണേ? അങ്ങനെ അവളുമാരുടെ എല്ലാ കാര്യത്തിനനുസരിച്ച് ബാലേന്ദ്ര തുള്ളാനായിട്ട് നിൽക്കണ്ട. ഓ എന്ത് ഉത്തരവാദിത്വമുള്ള ഒരു അമ്മയാ. ഇത്രയും നാളൊന്നും കണ്ടില്ല മക്കൾ എന്ത് ചെയ്തു എന്നോ, എവിടെ കിടന്നു എന്നോ, എന്ത് കഴിച്ചു എന്നോ ഒന്നൊന്നും തിരക്കിയിട്ടില്ലല്ലോ.
അപ്പൊ വൈജയന്തി പിന്നെ ഒന്നും മിണ്ടില്ല കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു, അതെ, ഇന്ന് എന്റെ മക്കൾക്കൊപ്പം എനിക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കണം, അതിന് നിനക്ക് നിന്റെ അനുവാദം ചോദിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, ഇന്ന് എന്തായാലും പോണ്ട. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഒരു സമാധാനം വീട്ടിൽ തരില്ല, എന്ത് ചെയ്താ അമ്മയോട് കൂടെ ഒന്നും പറയാനും പറ്റില്ല, അമ്മ പറയണ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു തരണം, ഇത് എന്ത് നിയമം. അപ്പോഴേക്കും വൈജു പറഞ്ഞതേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചു വായിൽ അധികം വർത്താനം എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ടെന്ന്. അപ്പൊ ബബിത പറഞ്ഞു, അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്, ഒരു സമാധാനം അമ്മ തരില്ല, അന്നും ഇന്നും എന്നും. ഓ, കുറച്ചു നാളെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്ന, വന്ന് കേറി വീണ്ടും സമാധാനക്കേടായി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടവും വരെയില്ലേ. അപ്പോഴേക്കും ബാലേന്ദ്രന്റെ നേർക്കതേ, മക്കളെ വരെ എന്നിൽ നിന്ന് നിങ്ങൾ അകത്തി, എനിക്ക് എന്നെ കണ്ണിന് പോലും കാണാത്ത രീതിയിൽ എൻ്റെ 3 മക്കൾ ഇപ്പൊ അയക്കുക, അത് അവരുടെ കുഴപ്പമല്ല, നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാന്ന് പറഞ്ഞു ബാലചന്ദ്രൻ. ബാലേന്ദ്ര, ഈ കാര്യങ്ങൾക്കെല്ലാം ബാലചന്ദ്രൻ നെവർക്ക് ഒത്താശ പിടിച്ച് നിന്ന അത് നല്ലതിനല്ല കേട്ടോ, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലേ. അപ്പൊ പറഞ്ഞു, എന്റെ മനസ്സിൽ എന്തായാലും നിനക്കൊരു സ്ഥാനം ഇല്ല, ഒരു സ്ഥാനമില്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. എന്നാര് പറഞ്ഞു, എനിക്ക് നിന്റെ ഭാര്യയായിട്ടോ ഒന്നായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല, എൻ്റെ മക്കളെ ഏത് രീതിയിൽ അംഗീകരിക്കണു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ വൈജയന്തിക്ക് മുഖത്ത് അടിയേറ്റ് കണക്ക് അങ്ങായി പോണ്. എന്തൊക്കെയാ പറയണ, കാരണം വെച്ചാൽ വെറും ഒരു കരിയിലയുടെ പോലും വില എനിക്കില്ലാത്ത കണക്കുള്ള ഒരു ഫീലിങ്സ് വൈജയന്തിക്ക് തോന്നുന്നേനെ കേട്ടോ. അങ്ങനെ ഒടുവിൽ അവസാനം വഴക്ക് ഒന്ന് മൂർജന്യാവസ്ഥയിലെത്തിയപ്പം കൃഷ്ണമോള് പറഞ്ഞു, ഒരു സ്ഥലത്തും പോണില്ല, അമ്മയ്ക്ക് സമാധാനം ആവട്ടെ, ഞങ്ങൾ പോണില്ല, തീർന്നില്ലെന്ന് പറഞ്ഞ് കൃഷ്ണമോള് കരഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോവാണ്. ബബിതയും പോവാണ് കേട്ടോ. ആകെ ഒരു ഇതായിപ്പോയി, കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ആ ഒരു ചെറിയൊരു സന്തോഷം, അച്ഛന്റെ കൂടെ പുറത്തു പോയി ഒന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. പക്ഷെ അത് അപ്പോഴേക്കും ഈ രീതിയിൽ വളച്ചൊടിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നാളെ വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക. പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പൊ ഇതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് പവിത്രം സീസൺ 2 ഇന്നത്തെ ഫുൾ വിശേഷവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കേൾക്കണം കേട്ടോ. ഒപ്പം വൈകിട്ട് 6 മണിക്ക് സാന്ത്വനം 2 ഞാൻ നാളത്തെ വിശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.